മിനിമം 10ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് SSC, MTS ആൻഡ് ഹവിൽദാർ നോട്ടിഫിക്കേഷനായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് MTS അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 8000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ടാണ് പുതിയ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. വേക്കൻസി കൂടുവാനുള്ള ചാൻസ് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എന്തായാലും വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പിന്നെ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയലോ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കുന്നുണ്ട് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലത് ഏതാണെന്ന്. ഇംഗ്ലീഷ് മെറ്റീരിയലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മലയാളത്തിൽ എഴുതുന്നവർ അതിൻ്റെതായിട്ടുള്ള സോഴ്സ് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മുടെ SSCയുടെ MTS ആൻഡ് ഹവിൽദാർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മിനിമം 10th ക്വാളിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയിലേക്കാണ് ഇപ്പോൾ SSC പുതിയൊരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ ആണ്. അതുപോലെ തന്നെ ആൻഡ് ഹവിൽദാർ CBIC ആൻഡ് CBN ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ 2024 അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് ഇന്നലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. 27/6/2024 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 31/7/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷേൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ചുവടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം എക്സ്ട്രാ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള സമയം നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കേണ്ട, അത് മുന്നോട്ടേക്ക് പറയുന്നുമുണ്ട്. പിന്നെ കറപ്ഷൻ ഡേറ്റ് പറയുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷിക്കുമ്പോൾ വരുത്തുകയാണെങ്കിൽ മാക്സിമം തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക. ഇനി അഥവാ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ 16/8/2024 മുതൽ 17/8/2024 വരെ കറപ്ഷൻ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ആയിട്ടുള്ളത് ഒക്ടോബർ നവംബർ 2024 എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറും നോട്ടിഫിക്കേഷനിൽ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഏകദേശം 8300-ൽ കൂടുതൽ ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. MTSലേക്ക് ടെൻറ്റേറ്റീവ് ആണ്, വേക്കൻസി കൂടുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 4887 ഒഴിവ് MTSലേക്കും പിന്നെ ഹവിൽദാറിലേക്ക് 3439 ഒഴിവുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപേക്ഷിക്കാനുള്ള യോഗ്യത, ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയത് നോക്കാം. സോ ഏജ് ലിമിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ MTSന് അപേക്ഷിക്കാനായിട്ട് 2 ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ആദ്യത്തെ ഏജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/8/1999-നും 1/8/2006-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് MTSന് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2/8/1997-നും അതുപോലെ 1/8/2006-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഹവിൽദാർ ഇൻ CBICയും അതുപോലെ തന്നെ CBNും ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതും പിന്നെ റവന്യൂ ആൻഡ് ഫ്യൂ പോസ്റ്റ് ഓഫ് MTS ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ CBIC, CBN, ഹവിൽദാർ പോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഫ്യൂ പോസ്റ്റ് ഓഫ് MTS, ചില MTSന്റെ പോസ്റ്റുകൾ ഈ ഒരു ഏജ് ലിമിറ്റിൽ വരുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം. വാരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹവിൽദാറിന്റെ കോമൺ ഏജ് എന്ന് പറയുന്നത് 18 to 27 വയസ്സ് വരെയാണ്. ഈ ഒരു 2 പ്രായത്തിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5 വർഷത്തെ ഇളവ് SC/STക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതുമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. then ഇതിൻ്റെ അടുത്ത വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ദി കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ ഇക്വവാലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഹാസ് ഓൺ ഓർ ബിഫോർ ദി കട്ട് ഓഫ് ഡേറ്റ്. ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട്, അതായത് ഓഗസ്റ്റ് മാസത്തിന് മുൻപായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് ജയിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഈ ഒരു ഡേറ്റിൻ്റെ മുൻപിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി.
ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് SSCൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ OTR നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ അപേക്ഷാ ഫീസ് 100 രൂപയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC ST അതുപോലെ തന്നെ വനിതാ ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട. ബാക്കിയുള്ള ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കായിരിക്കും അപേക്ഷാ ഫീസ് ബാധകമായിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ 200 രൂപ ആദ്യ തവണ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി, അത് കോമൺ ആണ്. SC ST ആയാലും ഫീമെയിൽ ആയാലും ആരായാലും തെറ്റുകൾ വന്ന് അത് തിരുത്തുന്ന സമയത്ത് 200 രൂപ അടക്കണം. വീണ്ടും നിങ്ങൾ തെറ്റ് കണ്ട് വീണ്ടും അത് തിരുത്തുകയാണെങ്കിൽ 500 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റുകൾ വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കേരളത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എറണാകുളമുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും ജില്ലകളിൽ വെച്ചിട്ടാണ് കേരളത്തിൽ ഇതിൻ്റെ പരീക്ഷകൾ നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മാത്രമല്ല ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാനുള്ള സൗകര്യമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 13ഓളം റീജിയണൽ ലാംഗ്വേജിലാണ് ഈ എക്സാം നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ്, നമ്മുടെ മലയാളം കൂടി ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മലയാളം വൺ ഓഫ് ദി ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാമിനേഷൻ പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് നൽകുന്നത്. പിന്നെ റീസണിങ് എബിലിറ്റി അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഭാഗമുണ്ട്. 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് നൽകുന്നത്. 45 മിനിറ്റ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഇത് സെക്ഷൻ 1. സെക്ഷൻ 2 ഇവിടെ കാണാൻ സാധിക്കും. GKയും ഇംഗ്ലീഷുമാണ് വരുന്നത്. 25 ക്വസ്റ്റ്യൻ 75 മാർക്ക് എന്ന രീതിയിലാണ് രണ്ടും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 45 മിനിറ്റാണ് അതിനും നൽകപ്പെടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ്. 2 സെക്ഷൻ ആണെങ്കിലും ഒരേ ദിവസം ഒരേ സമയമായിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. 17ാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വാങ്ങി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പലരും ചോദിക്കുന്ന കണ്ടിട്ടുണ്ട് നല്ല പുസ്തകം ഏതാണെന്ന്. സോ എനിവേ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തിരിച്ചു വരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എല്ലാത്തിലും വരുന്നില്ല. MTSന് ഫിസിക്കൽ ടെസ്റ്റ് ബാധകമല്ല. ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫോർ ദി പോസ്റ്റ് ഓഫ് ഹവിൽദാർ ഇൻ CBIC അതുപോലെ തന്നെ CBN ഈ പോസ്റ്റുകൾക്ക് മാത്രമേ, ഹവിൽദാറിന് മാത്രമേ ഫിസിക്കൽ ഉള്ളൂ. വാക്കിംഗ് ആണ് പറയുന്നത്. 1600 മീറ്റർ ഏകദേശം 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർ. 1 കിലോമീറ്റർ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കണം വനിതകൾ എന്നാണ് ഇതിൻ്റെ ഫിസിക്കൽ വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് ഹവിൽദാർ പോസ്റ്റിന് മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പുരുഷന്മാർക്ക് 157.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ വനിതകൾ പിന്നെ പുരുഷന്മാരുടെ ചെസ്റ്റ് പറയുന്നുണ്ട് 81 സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. പിന്നെ വനിതകളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 48 കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി വന്നിട്ടുള്ള കാര്യങ്ങളും കോഡുകളും അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലും ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തിരുവനന്തപുരമാണ് കേരളത്തിന് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് വെച്ച് കൊടുക്കാൻ സാധിക്കും. വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള കട്ട് ഓഫ് കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് ഇതിൻ്റെ അപേക്ഷ മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. കോഡൊക്കെ നോക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം അറിയാൻ താല്പര്യമുണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം വരുന്നത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 3 മാർക്ക് ലഭിക്കും. അതുപോലെ ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് പോകും എന്ന രീതിയിലാണ് ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ ഈ ഒരു വന്നിട്ടുള്ള ഈ ഒരു പട്ടിക നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിലായിട്ട് നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്നതാണ്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട.